ഓരോ സീസണുകളിലും പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളെ എഴുന്നേൽപ്പിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണാം. തക്ക സമയത്ത് ഓരോ വ്യക്തികളെയും ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്യാൻ എഴുന്നേൽക്കുന്നതാണ് ന്യായാധിപന്മാരുടെ പുസ്തകം. അതിനകത്ത് പുരുഷന്മാർ എഴുന്നേൽക്കാൻ ഇല്ലാത്ത സമയത്ത് അവിടെ ഒരു ഗ്യാപ്പ് വരുന്നില്ല. ഒരു സ്ത്രീ ദെബോര എഴുന്നേറ്റ് വരികയാണ്. ആ സ്ത്രീ ആയിരുന്നു ആ ദേശത്തെ ന്യായപാലനം ചെയ്തത്. ന്യായപാലനം ചെയ്തു, ന്യായമായി ആ ദേശത്തെ പരിപാലിച്ചു, ആ ദേശത്തെ ഭരിക്കുകയാണ്. ദൈവമാണ് നേരിട്ട് അന്ന് രാജാവായി ഭരിക്കുന്നത്. ശമൂവേലിന്റെ കാലത്ത് ഏറ്റവും ഒടുവിലത്തെ ന്യായാധിപനാണ് ശമൂവേൽ. ശമൂവേലിന്റെ കാലത്ത് ജനങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. ദൈവത്തിന് ഭയങ്കര സങ്കടമായി. എന്താണ്, രാജാവായിട്ട് ഞാനുണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ രാജാവിനെ ചോദിക്കുന്നത്? ആ വേദഭാഗങ്ങൾ, ആ ഏരിയ വായിക്കുമ്പോൾ, ആ ഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ നമുക്കറിയാം ദൈവത്തിന് സങ്കടമായി. ദൈവം പറയുന്നുണ്ട്, ഒരു രാജാവ് വന്നു കഴിഞ്ഞാൽ രാജാവ് നിങ്ങളുടെ പെൺപിള്ളേരെ പിടിച്ചുകൊണ്ട് പോവും, ആൺപിള്ളേരെ പിടിച്ചുകൊണ്ട് പോവും, നിങ്ങളുടെ വസ്തുക്കളെല്ലാം അദ്ദേഹത്തിൻ്റെതാക്കും, നിങ്ങളുടെ മുന്തിരിത്തോട്ടം അദ്ദേഹത്തിൻ്റെതാകും, നിങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ അടിമകളായിട്ട് മാറും. അതിൻ്റെ അർത്ഥം ഞാൻ രാജാവായിരിക്കുന്ന കാലത്തോളം എല്ലാവരും ഒരുപോലെയാണ്. അതാണ് അതിൻ്റെ അർത്ഥം. ഇവർക്കിത് മനസ്സിലായില്ല. ഇവർ പറഞ്ഞു, ജാതികൾക്കുള്ളതുപോലെ ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. അപ്പോൾ ദൈവത്തെ മാറ്റിവെച്ച് അവരെ രാജാവിനെ ചോദിച്ചവരാണ്. ദൈവത്തിന് സങ്കടമായി. ശൗലിന് 40 ആണ്ടത്തേക്ക് കൊടുത്തു. പിന്നീട് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദിനെ ദൈവം രാജാവായി വാഴിച്ചു. അവൻ്റെ കാലത്ത് ആ രാജ്യം വളരെ സുരക്ഷിതമായി. ദൈവം നല്ലവനാണ്. ദൈവത്തെ അവർ തിരസ്കരിച്ചപ്പോഴും ദൈവം അവരെ കൈവിടുന്നില്ല. അടുത്ത നല്ലൊരു രാജാവിനെ കൊടുക്കുകയാണ്. എത്ര നല്ലൊരു കർത്താവാണ്. അതിനു മുമ്പ് ന്യായാധിപന്മാരുടെ കാലത്ത് അവർ തെറ്റുകൾ ചെയ്തപ്പോൾ അവരെ ശിക്ഷിച്ചു. അവരെ നിലവിളിച്ചപ്പോൾ ഉടനെ ഒരു ന്യായാധിപനെ കൊടുത്തു. അതിൻ്റെ അർത്ഥം ദൈവം ഭരിക്കുമ്പോഴും ദൈവത്തിന് ഒരാളുടെ ആവശ്യമുണ്ട്. ഈ കാലഘട്ടത്തിൽ ന്യായപാലനം നടത്താൻ, വാഴുവാൻ ചിലർ വേണം. അതിലൊരു വ്യക്തിയാണ് നിങ്ങൾ, അതിലൊരു വ്യക്തിയാണ് ഞാൻ. നമ്മെ കൂടാതെ ദൈവത്തിന് ഈ ഭൂമിയിലെ പല ഭരണങ്ങളും പൂർത്തീകരിക്കാൻ കഴിയില്ല. പൗലോസ് സദാ പറഞ്ഞ, നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം. നീതിയുടെ കിരീടം കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. നാം നമ്മുടെ വേലയല്ല ചെയ്യുന്നത്, ദൈവത്തിൻ്റെ വേല. നാം നമ്മുടെ യുദ്ധമല്ല ചെയ്യുന്നത്, ദൈവത്തിൻ്റെ യുദ്ധം. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കില്ല. അതിൻ്റെ അർത്ഥം യുദ്ധം ഉണ്ടാവും. അവൻ്റെ തലയൊക്കെ തകർന്നാണെങ്കിലും അവനെ മൊത്തം ആയിട്ട് ഒതുക്കിയിട്ടില്ല, വിട്ടിട്ടുണ്ട്. അവൻ വെല്ലുവിളിക്കും. അലറുന്ന സിംഹമല്ലെങ്കിലും സിംഹം എന്ന പോലെ നടക്കും. അവൻ ആക്ഷൻ, അവന് ഒത്തിരി ആക്ടിങ് ഉണ്ട്, അവനൊത്തിരി അഭിനയിക്കും. ഞാൻ സിംഹമാണെന്നൊക്കെ പറയും. ഇതിനോട് നേരിടാൻ ദൈവം നമ്മെ ആക്കിയിരിക്കുകയാണ്. ഇതിനെ നമ്മൾ നേരിടണം. അതിനുള്ള ശക്തിയും കൃപയും എല്ലാം യേശു കർത്താവ് നമുക്ക് തരും. ഈ കാലത്ത് ന്യായപാലനം നടത്താൻ ദൈവമാക്കി വെച്ച ഞാനും നിങ്ങളും ഈ സീസണിൽ എഴുന്നേൽക്കണം. ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാനുണ്ട്. അതിനായി ഒരുങ്ങാം, അതിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവും രാജാവുമായ ദൈവപുത്രൻ നമ്മുടെ നടുവിലുള്ളത് കൊണ്ട് പാടി നമുക്ക് യേശുവിനെ ആരാധിക്കാം. In his time, he makes all things beautiful. In his time, Lord, please show me every day as you're teaching me your way, that you do just what you say in your time.
fall in your time. Lord, my life to you I bring. May each song I have to sing be to you a lovely thing in your time. Lord, my life to you I bring. May each song I have to sing be to you a lovely thing in your time. Do something new in my life, something new in my life, something new in my life. Oh Lord, do something new in my life, something new in my life, something new in my life. Oh Lord, do something new in my life, something new in my life, something new in my life. Oh Lord, do something new in my life, something new in my life, something new in my life. Oh Lord. എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. 8 മണിക്കൂർ പ്രാർത്ഥന തുറന്ന സ്വർഗം, ഓപ്പൺ ഹെവൻ എന്ന പേരിൽ ആരംഭിച്ച് ഇന്ന് 100ാമത്തെ ദിവസമാണ്. അതായത് 3 മാസം പിന്നിട്ടു 4ാം മാസത്തിൽ ഓടുന്ന ഈ പ്രാർത്ഥന ഒത്തിരി പേര് അഭിഷേകം പ്രാപിച്ചു. കഴിഞ്ഞ ദിവസം തന്നെ വിദേശത്തുനിന്ന് വന്നൊരു സഹോദരൻ വർഷങ്ങളായിട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം താനും തൻ്റെ ഭാര്യയും ഞായറാഴ്ച വന്നിട്ട് പറഞ്ഞു അഭിഷേകം പ്രാപിക്കണം എന്നൊരാഗ്രഹത്തോടെ പറഞ്ഞു. ഒരു ആഗ്രഹം. ആ പ്രിയപ്പെട്ടവൻ ചെറിയ ലീവേ ഉള്ളൂ വിദേശത്ത് വന്നിട്ട്, ഒരു ദിവസം പോലും മുടങ്ങൂല, ആഗ്രഹത്തോടെ വന്നു. അഭിഷേകം പ്രാപിക്കാൻ ചിലരെ കാണുമ്പോഴറിയത് അഭിഷേകം പ്രാപിക്കും, ചിലതിനെ കണ്ടാലറിയാം. ഒരിക്കലും അഭിഷേകം പ്രാപിക്കാത്ത ഇരിപ്പിരിക്കുന്നവരെ കണ്ടാലറിയാം. ഇത് വളരെയധികം ആഗ്രഹത്തോടെ ഇരുന്ന് കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ച് വീണ് അവിടെ കിടന്ന് അന്യഭാഷ പറഞ്ഞ് ശരീരം കൊണ്ട് വിറക്കുകയാണ്. വലിയ ദൈവശക്തി വന്നു. ഒരാൾ അഭിഷേകം പ്രാപിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം ആ മീറ്റിംഗ് തന്നെ ആ കുടുംബത്തിന് വിടുതലായി. കൊർന്നേലിയോസിന്റെ വീട്ടിൽ വചനം കേട്ട എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. പത്രോസ് പ്രസംഗം നിർത്തി. എന്താ കാരണം? പരിശുദ്ധാത്മാവ് വന്നാൽ പിന്നെ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. സകല സത്യത്തിലും പരിശുദ്ധാത്മാവ് നടത്തിക്കോളും. അതാണ് അതിൻ്റെ അർത്ഥം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരാളോട് ഒത്തിരി പ്രസംഗിക്കണ്ട. ഇതിനകത്ത് ആരെങ്കിലും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലേ? കൃപാവരങ്ങൾ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? 100 ദിവസത്തെ പ്രാർത്ഥന തുടരുന്നുണ്ട്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. തിങ്കൾ തൊട്ട് വെള്ളിയാഴ്ച വരെ. ശനിയാഴ്ച ഒരു 8 മണി തൊട്ട് 4 മണി വരെയാണ്. ഞായറാഴ്ച ഒരു 6:30 തുടങ്ങും, ഒരു 2:30 ആകുമ്പോൾ പൂർത്തിയാകും. അത് എത്ര നാളാണെന്നൊന്നും അറിയില്ല. ഇന്നിപ്പോൾ 100 ദിവസമായി. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ആലോചിച്ച് നോക്കി. 8 മണിക്കൂർ. എന്നോട് പലരും ചോദിച്ചു, പാസ്റ്റർ 8 മണിക്കൂർ പിള്ളേരിയ്ക്കുമോ? ഞാൻ പറയും 8 അല്ല 12 മണിക്കൂറും ഇരിക്കും. അതുപോലെയുള്ള പ്രസൻസ് ആണ് അവിടെ, ദൈവ സാന്നിധ്യത്തിൽ. അപ്പോൾ പാസ്റ്റർ എത്ര നേരം പ്രസംഗിക്കും? ഞാനധികം പ്രസംഗിക്കേണ്ട. കൊച്ചുകുട്ടികൾ എഴുന്നേക്കും, ചെറുപ്പക്കാരെഴുന്നേക്കും, പ്രവചിക്കും, വചനം പറയും. ആരെ വിളിച്ചാലും 1 മണിക്കൂറുകൾ വചനം പറയും.
വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുന്നു. ഒത്തിരി പേരെ പരസ്യം ചെയ്ത് വിളിച്ചിട്ടില്ല. ചർച്ചിൽ മെയിൻ ഹാളിലല്ല, മാളിക മുറി എന്ന് പറഞ്ഞൊരു മുറിയുണ്ട്. അതിനകത്താണ്. ആ മുറിക്കകത്ത് ഞങ്ങൾ മണിക്കൂറുകൾ ആരാധിക്കും, അന്യഭാഷകളിൽ ആരവം പ്രാർത്ഥിക്കും. വചനം, ദൈവം തരുന്ന വചനം മുഴുവൻ ഓരോരുത്തർ എഴുന്നേറ്റ് പറയും, ദർശനങ്ങൾ പറയും, കണ്ട സ്വപ്നങ്ങൾ പറയും. പ്രത്യേകിച്ച് ഒരു വ്യക്തിക്ക് വേണ്ടി പേഴ്സണൽ പ്രെയർ ഇല്ല. ഇതൊരു ഉണർവിൻ്റെ പ്രാർത്ഥനയാണ്. ഇന്ത്യയിൽ നിന്നും വലിയൊരു ഉണർവ് പുറപ്പെടുമെന്ന് പറഞ്ഞു. ആ ഉണർവിൻ്റെ തീ ഞങ്ങളാണെന്ന് ഞങ്ങൾ അങ്ങോട്ട് കൺഫസ് ചെയ്യുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ 100-ാം ദിവസം അന്ത്യകാല ഉണർവ് പ്രൈസ് ജനറേഷനിലൂടെയാണെന്ന് ഞാൻ ഈ 100-ാം ദിവസം പരസ്യമായി പ്രഖ്യാപിക്കുന്നു. അത് ഞങ്ങളുടെ വിശ്വാസമാണ്. അല്ലെന്ന് പറയാൻ ആർക്കും പറ്റില്ല. അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. വലിയൊരു ഉണർവിനായി പ്രൈസ് ജനറേഷൻ, അതിൽ നടക്കുന്നത് വർഷിപ്പ് റിവൈവൽ, ഡാൻസ് റിവൈവൽ, ഇതെല്ലാം നടക്കുന്നുണ്ട്. ചിലതൊക്കെ കണ്ടാൽ വിമർശിക്കാനേ ഉള്ളൂ. എന്നാൽ അവിടെ ക്യാമറയില്ല, ഒന്നുമില്ല, പരസ്യങ്ങളില്ല. കുറച്ച് പേര്, ഒരു 50-100 ആൾക്കാർ വരുന്നു, ഇരിക്കുന്നു, മണിക്കൂറുകൾ ഇരിക്കുന്നു. ചിലർ വീണ് കിടന്ന് കരയുന്നു. ഉണർവിൻ്റെ എല്ലാ സൈനുകളും അവിടെയുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു കർത്താവിന് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ പ്രാർത്ഥന കാരണം ഞങ്ങൾ ആരും തന്നെ അധികം ദൂരെ അങ്ങ് യാത്ര ചെയ്യാറില്ല. ഈ പ്രാർത്ഥന ദൈവം ആലയത്തിലെ വിളക്ക് നിരന്തരം കത്തിക്കണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ആലയത്തിൽ കൊണ്ടുവരണമെന്ന് വായിക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചു വരും. ഈ 8 മണിക്കൂർ പ്രാർത്ഥന നിലനിർത്തണമെങ്കിൽ വേറൊരു 8 മണിക്കൂർ ഒരുങ്ങണം. അല്ലാതെ ഇതിനകത്ത് ഈ തീയെ കെടുത്തിക്കളയാൻ പിശാച് പലതും നോക്കി. അതിനെയെല്ലാം ഞങ്ങൾ അതിജീവിച്ചു. മടുപ്പ്, നിരാശ എല്ലാം പലർക്കും കൊണ്ടുവരാൻ നോക്കി. ഞങ്ങൾ അതിനെ 100 ദിവസം കൊണ്ട് തോൽപ്പിച്ചു കളഞ്ഞു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൽ ആശ്രയിക്കാം. മടുത്തു പോകാത്ത പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ഒരു ദൈവദാസി കടന്നു വന്നു. അസാധാരണമായി ദൈവശക്തി പ്രാപിച്ചു. അവർ ചെന്ന് അവരുടെ ചർച്ചിൽ, അവർക്ക് 2 ചർച്ചുണ്ട്, ആ ചർച്ചിൽ വലിയ ഉണർവുണ്ടായി. അവരെന്നോട് എൻ്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു ഇനിയും വരാനിരിക്കുകയാണ്. ഇതുപോലെ പല സ്ഥലത്തും. കഴിഞ്ഞ ദിവസം പാസ്റ്റർ വേണുദാസ്, അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ, മസ്കറ്റിൽ നിന്ന് അവർ വന്നു. പല ടീമായിട്ട് പലയിടത്തു നിന്ന് ആൾക്കാരായിട്ട് വന്നു. അതുപോലെ പാസ്റ്റർ ഡാമിൻ ആൻ്റണി കുടുംബമായിട്ട് വന്നു. തോമസ് ഊട്ടി ബ്രദർ ഹെവൻലി ഫീസ്റ്റിൽ നിന്ന് വന്നു. അതുപോലെ പലയിടത്തു നിന്ന് ദൈവദാസന്മാർ, വലിയ വലിയ പ്രോഫറ്റുകളെല്ലാം കയറിയിറങ്ങി. അതെന്നാണെന്നൊന്നും ഞാൻ ആരോടും പറയാറില്ല. ഇവിടെ ആരെയും കാത്തിരിക്കാറില്ല. എന്നാൽ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വരാം. ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല. രാവിലെ 9 മണി, വൈകിട്ട് 5 മണി ഇതിനിടയിലുള്ള സമയമാണ്. നിങ്ങൾക്ക് വന്ന് 3 മണിക്കൂറാണോ വന്നിരുന്നേച്ച് പോകാം. എന്നാൽ താമസ സൗകര്യങ്ങളൊന്നും ഇവിടെ ക്രമീകരിച്ചിട്ടില്ല. ഞങ്ങളിതിനൊരു പ്രൊഫഷണൽ പ്രോഗ്രാം ആക്കിയില്ല. ഇത് ഞങ്ങളുടെ ആത്മീയ വർധനവിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ഇതിനെ വീഡിയോയിലൂടെ ആർക്കും അതിൻ്റെ സൂമോ പരിപാടി ഒന്നുമില്ല. അപ്പോൾ ഇത് കേൾക്കുന്നവരറിയണം. നിങ്ങൾ വരിക. താല്പര്യമുള്ളവർ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ട് വരണം. എൻ്റെ ലൊക്കേഷനെല്ലാം ഞങ്ങൾ ഇട്ടുതരും. പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. ഇന്ന് ഈ 100-ാം ദിവസത്തിലെ സന്തോഷകരമായ പ്രാർത്ഥനയുടെ നടുവിൽ നമ്മൾ വായിച്ച വേദഭാഗത്തിൻ്റെ അടുത്ത ഭാഗം ഞാനിവിടെ വായിക്കുന്നു. നിങ്ങൾ തമ്മിൽ പിറുപിറുക്കേണ്ട. അതിൻ്റെ 43 യോഹന്നാൻ 6:43. നിങ്ങൾ തമ്മിൽ പിറുപിറുക്കേണ്ട. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയില്ല. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. യേശു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാണ്. ഇത് ഒത്തിരി പേര് പിറുപിറുത്തു. ഞാൻ ജീവന്റെ അപ്പമോ? എന്താ ഈ പറയുന്നത്? ആർക്കും അംഗീകരിക്കാൻ കഴിയും? ഇവൻ ജോസഫിന്റെ മോനല്ലേ, ഇവന്റെ അപ്പനും അമ്മയൊക്കെ നമ്മുടെ കൂടെ ഇല്ലേ എന്ന് പറഞ്ഞ് യേശുവിൽ ഇടറിപ്പോയി. യേശു അതിന് മറുപടി, എല്ലാവർക്കും എന്നെ വിശ്വസിക്കാൻ പറ്റില്ല. പിതാവ് ആകർഷിച്ചിട്ട് വരുന്നവരെ എന്നെ അംഗീകരിക്കും. അപ്പൊ ദൈവത്താൽ വരാത്തവർ എന്നും ഒരു തലവേദനയാണ്. ദൈവത്താൽ വരണം.
യേശു തന്നെ പറഞ്ഞു, ബെറയോന ശിമോൻ, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. ഉവ്വ കർത്താവേ, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. കുഞ്ഞാടുകളെയാണ് കർത്താവ് പത്രോസിൻ്റെ കയ്യിൽ കൊടുത്തത്, മുട്ടനാടിനെ അല്ല. പിതാവ് ആകർഷിച്ചു വരുന്നതൊക്കെ നന്നാകാൻ വരുന്നതാണ്, അങ്ങോട്ട് കൂടി ഇടിക്കാനുള്ളതല്ലെന്ന് അവിടെ തന്നെയുണ്ട്. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, എൻ്റെ കുഞ്ഞാടുകളെ പാലിക്കുക. ഒരു സ്ഥലത്ത് മുട്ടനാടെന്ന് എഴുതിയിട്ടില്ല. പലയിടത്തും ഇന്ന് മുട്ടനാടുകൾ തമ്മിൽ ഇടിക്കുമ്പോൾ നമുക്ക് അങ്ങനൊരു സംഭവമില്ല. ദൈവം കൊണ്ടുവരുന്നവരെ കാണാൻ രസമാണ്. അവർ മുട്ടയിൽ നിന്ന് കരയുന്നു, പ്രാർത്ഥിക്കുന്നു, സഭയ്ക്ക് വിധേയപ്പെടും, സഭ പറഞ്ഞാൽ അനുസരിക്കും, ദൈവദാസന്മാരെ ബഹുമാനിക്കും, കർത്താവിനെ വിശ്വസിക്കും. പിതാവ് കൊണ്ടുവരുന്നവരെ കണ്ടാൽ അറിയാം. വെറുതെ വരുന്നവരും അവരൊന്നും നിലനിൽക്കൂല. നിലനിൽക്കുന്നവരെ കണ്ടാൽ അറിയാം. എൻ്റെ വചനം കേട്ടു പ്രമാണിക്കുന്നവർ ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യൻ. കാറ്റടിച്ചു, പേമാരി പെയ്തു, നദികൾ പൊങ്ങി, ആ വീട് വീടില്ല. പാറമേൽ യേശുവിൽ അടിസ്ഥാനമിട്ടത്. പിതാവ് കൊണ്ടുവരുന്നതൊക്കെ ഉറച്ചു നിൽക്കും, അവർ നിലനിൽക്കും. കടം വർദ്ധിച്ചാലും ജപ്തിയായാലും കുടുംബം മുഴുവൻ തകർന്നാലും അവരനങ്ങത്തില്ല. മറുപടി കിട്ടിയാൽ മാത്രം നിൽക്കുന്നവരല്ല അവര്. മറുപടിയോ ഇല്ലയോ ഉണ്ടോ ഇതൊന്നും വിഷയമല്ല, അന്ത്യത്തോളം അവർ നിൽക്കും. കാരണം പിതാവ് കൊണ്ടുവരുന്നവരും തന്നെ വരുന്നവരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ദൈവം ഈ ദിവസങ്ങളിൽ സൗഖ്യമാകാനുള്ളവരെയും വിടുതൽ പ്രാപിക്കാനുള്ളവരെയും ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളവരെയും കൊണ്ടുവരാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. 8 മണിക്കൂർ പ്രാർത്ഥനയുടെ ഈ 100-ാം ദിവസം എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്, യേശു കർത്താവേ, ഈ 100-ാമത്തെ ദിവസം 8 മണിക്കൂർ പ്രാർത്ഥനയിൽ നടക്കുന്ന ഈ ദിവസം ഇത് ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കും. ഈ 8 മണിക്കൂർ പ്രാർത്ഥനയുടെ അനുഗ്രഹം ഇവരുടെ മേൽ വരട്ടെ. ഇവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റണം യേശുവിൻ നാമത്തിൽ. ആമേൻ. ഞാൻ ഈ വേദഭാഗം തുടരുകയാണ്. 45-ാം വാക്യത്തിൽ എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവർ ആകും എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു. പിതാവിനോട് കേട്ടുപഠിച്ചവരെല്ലാം എൻ്റെ അടുക്കൽ വരും. എല്ലാവരും ഉപദേശിക്കപ്പെട്ടവരാകും ദൈവത്താൽ. അതായത് അവർ വിമർശന മനസ്സോടെ വരില്ല, അവർ ആവശ്യബോധത്തോടെ വരും, രക്ഷപ്പെടാൻ വേണ്ടി വരും. അവർക്ക് ആ വിമർശന മനസ്സില്ല. ദാഹമുള്ളവരായിരിക്കും, ആവേശമുള്ളവരായിരിക്കും, ആർത്തിയുള്ളവരായിരിക്കും. അവങ്കിലേക്ക് നോക്കും, അവരുടെ മുഖം പ്രകാശിക്കും. ആരും ലജ്ജിച്ചു പോലും. ദൈവം കൊണ്ടുവരുന്നവരെ കണ്ടാൽ അറിയാം. നൈജീരിയ എന്ന രാജ്യത്ത് ഒരു കൂട്ടായ്മയിൽ തന്നെ വരുന്നത് 85 ലക്ഷം പേരാണ്. 30,000 ഏക്കറിലെ 85 ലക്ഷം പേരുടെ ഒരു കൂട്ടായ്മ ദൈവം കൊണ്ടുവരുന്നതാണ്. അവർക്ക് വലിയ പരസ്യങ്ങളൊന്നുമില്ല, ദൈവം കൊണ്ടുവരികയാണ്. എത്യോപ്യയിൽ ഒരു ദൈവദാസൻ 3 ദിവസം മുമ്പ് ഒരു മീറ്റിംഗ് പ്രഖ്യാപിച്ചു. അതിൽ വന്ന് 14 ലക്ഷം പേരാണ് എത്യോപ്യയിൽ. അപ്പം അദ്ദേഹത്തോട് ചോദിച്ചു, ഇതിങ്ങനെ ആൾക്കാർ കൂടിയെന്താണ്? അദ്ദേഹം പറഞ്ഞു, അതിന് ഒരാഴ്ച മുമ്പ് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ മീറ്റിങ്ങിൽ ആൾക്കാരെ കൊണ്ടുവരുന്ന ദൂതന്മാരെയാക്കും. അങ്ങനെ ചില ദൂതന്മാർ ഇറങ്ങിച്ചെന്ന് ആ ദേശത്തുള്ള ജനങ്ങളെ ആകർഷിച്ചു. അപ്പം ഇങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ നടക്കും. ഞാനിത് വിശ്വസിക്കുന്നു. കാരണം നമ്മൾ സുവിശേഷീകരണം നടത്തുന്നു, TV പ്രോഗ്രാം നടത്തുന്നു, ഒത്തിരി വീട്ടുകാർ അവരവരുടെ വീട്ടുകാരെ എല്ലാം ക്ഷണിക്കുന്നു. എന്നാൽ ആരെയും പിശാച് വിടാതെ അടച്ചു വെക്കുമ്പോൾ ആ പരിമിതികളെ പൊളിച്ചുകൊണ്ട് വരാൻ കഴിവുള്ള ശക്തിയേറിയ ദൂതന്മാരുണ്ട്. ഞാൻ അതിനെ ഇന്ന് വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അത് കേരളത്തിൽ, മലയാളികളുടെ ഇടയിൽ, ഇന്ത്യയിൽ, നമ്മൾ പോകുന്നിടത്ത്, നമ്മുടെ സുവിശേഷ മേഖലകളിൽ യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. നിങ്ങളൊരു വീട്ടിൽ ചെന്നാൽ കുടുംബം മുഴുവൻ രക്ഷിക്കപ്പെടട്ടെ. അവിടെ ദൂതന്മാർ ഇറങ്ങിച്ചെന്ന് അവിടെ എല്ലാ തടസ്സങ്ങളെയും പ്രതിബന്ധങ്ങളെയും തകർത്ത് കളയട്ടെ.
ദൈവം ആകർഷിക്കുന്നത്. എല്ലാവരും കർത്താവിനാൽ ഉപദേശിക്കപ്പെട്ടവർ. അതിൻ്റെ അർത്ഥം അവർ അത് മനസ്സിലാക്കുകയാണ്. ബൈബിൾ വായിക്കുമ്പോൾ വെറുതെ ബൈബിൾ വായിച്ചാൽ ഹൃദയത്തിൽ അങ്ങോട്ട് ഉടക്കുകയാണ്. ഞാൻ അങ്ങനെ രക്ഷിക്കപ്പെട്ടത്. 3 മാസം ഇരുന്ന് ബൈബിൾ വായിക്കുകയാണ്. ഈ ബൈബിൾ പ്രകാരം ജീവിക്കുന്ന എവിടെയെങ്കിലും ഉണ്ടോ? അപ്പോഴാണ് ടെലിവിഷൻ നന്നാക്കാനായിട്ട് ഒരു വീട്ടിൽ ചെന്നപ്പോൾ കാർത്തികൻ നായരുടെ വീട്ടിൽ ടെലിവിഷൻ്റെ അടുത്ത് ബൈബിൾ ഇരിക്കുന്നു. ഞാൻ ചോദിച്ചു, ഈ ബൈബിള് നിങ്ങളെന്താ ബൈബിൾ വായിക്കും? അദ്ദേഹം പറഞ്ഞു, നായർ പറയണം എന്നെ രക്ഷിച്ചത് ഈ ബൈബിളാ. ഞാൻ പറഞ്ഞു, ഇതുപോലെയൊക്കെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു, 14 വീടിന് അപ്പുറത്തോട്ട് എല്ലാം പറഞ്ഞു. ബദേലേജി എന്ന് പറഞ്ഞൊരു ചർച്ച് കാണും. ചെന്നപ്പോൾ 70 പേർക്ക് ഇരിക്കാവുന്ന ഒരു ടെൻറ്റാണ്. പാസ്റ്റർ എം.എ. വർഗീസിൻ്റെ ഇന്നത്തെ 15,000 പേര് കൂടുന്ന ചർച്ചൊന്നും അന്നില്ല. 70 പേര് കൂടുന്ന ഒരു ടെൻറ്റ്. എൻ്റെ സൈഡിൽ ഉള്ള മാവിൻ്റെ ചോട്ടിൽ ഞങ്ങൾ ബാറ്റ് കളിച്ചിട്ടുണ്ട്. ചെറിയൊരു ഒരു കൊച്ചു കൂര. അവിടെ ഓടിച്ചെന്നു. 20 പേരുള്ള ഒരു ബൈബിൾ ക്ലാസ്സിൽ എം.എ. വർഗീസ് പാസ്റ്റർ ക്ലാസ് എടുക്കുന്നു. അന്ന് രക്ഷിക്കപ്പെട്ടു. അന്ന് അവിടെ കിടന്നുറങ്ങി. അന്ന് മുതൽ ചർച്ചിലാണ് ഉറങ്ങുന്നത്. ദൈവം കൊണ്ടുപോയെന്നല്ലാതെ എൻ്റെ മിടുക്കൊണ്ട് രക്ഷപ്പെട്ടതാണെന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ എൻ്റെ ചരിത്രമാണ്. ഇത് നിങ്ങൾക്കുണ്ടാകട്ടെ, നിങ്ങളുടെ വീട്ടുകാർക്കുണ്ടാകട്ടെ. ദൂതന്മാർ നമ്മെ ആകർഷിച്ച് കൊണ്ടുപോകട്ടെ. ശരിയായതിലേക്ക്, സകല സത്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തും. പിതാവ് ആകർഷിച്ച് നല്ലതിലേക്ക് കൊണ്ടുപോകും. തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന മുഴുവൻ പിശാചാണ്. എന്നാൽ പിതാവ് ആകർഷിക്കുന്ന നന്മകളിലേക്ക് വിശ്വസിക്കും. കർത്താവ് അത് ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ സ്വർഗസ്ഥനായ പിതാവേ, അങ്ങ് ആകർഷിച്ചിട്ട് നന്മകളിലേക്കും അഭിവൃദ്ധികളിലേക്കും ഉയർച്ചകളിലേക്കും ഈ മക്കൾ കൂടുതൽ വർദ്ധിച്ചു വരട്ടെ. എല്ലാം നല്ലതിലേക്കും ഇവരെ ആകർഷിക്കണമേ. എല്ലാ നന്മകളും ഇവർ കാണട്ടെ. തിന്മകളിൽ നിന്ന് ഇവർ ഒഴിഞ്ഞു മാറട്ടെ. സകല സത്യത്തിൽ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ ആശ്രയിക്കും. ദൈവത്തിൻ്റെ ദൂതന്മാരെ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം വിടുവിക്കപ്പെടാൻ, ഞങ്ങളുടെ ദേശക്കാർ മുഴുവനും ഈ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് വരാൻ, അവരെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. നിങ്ങൾ ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കപ്പെടുന്ന സേവകാത്മാക്കളെന്ന് തിരുവെഴുത്തിൽ പറയുന്ന പോലെ ഞങ്ങളുടെ കൂട്ടുവേലക്കാരാണ് നിങ്ങൾ എന്ന കാരണത്താൽ നിങ്ങളിലൂടെ ജനങ്ങൾ ആകർഷിക്കപ്പെടട്ടെ. പിതാവേ, പുത്രൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ജനങ്ങൾ എല്ലാ കൂട്ടായ്മയിലും, IPC, ചർച്ച് ഓഫ് ഗോഡ്, അസംബ്ലീസ് ഓഫ് ഗോഡ്, ഷാരോൻ എന്നുവേണ്ട സ്വതന്ത്ര ചർച്ചുകളിലെല്ലാം ആത്മാക്കൾ കൊണ്ട് നിറയട്ടെ. കൂട്ടസ്നാനങ്ങൾ നടക്കട്ടെ. സഭകൾ വർദ്ധിച്ചു വരട്ടെ. പിശാചിൻ്റെ സാമ്രാജ്യം ഉടഞ്ഞു മാറട്ടെ. ദൈവരാജ്യം പണിയപ്പെടട്ടെ. എല്ലാ സഭകളും ദൈവസ്നേഹത്താൽ നിറയട്ടെ. സൗഖ്യങ്ങൾ നടക്കട്ടെ. കടന്നു വരുന്നവർ വിടുതലുകൾ പ്രാപിക്കട്ടെ. എല്ലാവിധ അത്ഭുതങ്ങളും കാണട്ടെ. അനുഗ്രഹിക്കുന്നു. ഇത് കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവവേല ചെയ്യുവാനുള്ള ആവേശവും ആർത്തിയും കൊടുക്കണമേ. അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. യേശുവിൻ്റെ കൃപ ധാരാളമായിട്ട് നമുക്ക് അനുഭവിക്കാം. ഈ മാസം തീരുകയാണ്. ഓഗസ്റ്റ് മാസം എന്ന മാസം നാളെ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് 8ാം മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടെ വരാം. ഗോഡ് ബ്ലസ് യു. ആമേൻ.